നമസ്കാരം, ബിഗ് ബോസ് ലൈവ് അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മാരത്തോൺ ടാസ്ക് കഴിഞ്ഞപ്പോഴേ ആര്യനാണ് ഇപ്പോൾ തൂക്കിയിരിക്കുന്നത്. ആര്യൻ തൂക്കാനുള്ള കാരണം ഞാൻ പറയുന്നു, അവിടെ നല്ല രീതിയിലുള്ള ഗ്രൂപ്പ് കളി കൊണ്ട് തന്നെയാണ്. ഈ ഗ്രൂപ്പിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനുമോളുടെ ഗ്രൂപ്പ് ഉണ്ടായിരുന്നു, അതായത് ആദില, നൂറ, പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ക്ഷണിക്കപ്പെടാത്ത അതിഥികൾ, പിന്നെ ഷാനവാസ്, ഇവരെല്ലാവരും കൂടിയിട്ട് അനുമോൾ എങ്ങ് ചതിച്ചു എന്നാണ് എനിക്ക് പറയാനുള്ളത്. വളരെയധികം സന്തോഷമുണ്ട് ഇത് കാണുമ്പോഴും കേൾക്കുമ്പോഴും. കാരണം എന്താണെന്ന് വെച്ചാൽ അനുമോളുടെ അഹങ്കാരം കുറച്ച് കൂടുതൽ തന്നെയായിരുന്നു. ആദില, നൂറമാർക്ക് വേണ്ടി മരിക്കാൻ വരെ തയ്യാറായിരുന്നു. ആദില, നൂറമാർക്ക് വേണ്ടിയിട്ട് ഞാൻ പുറത്തു പോകാൻ വരെ തയ്യാറാണ് എന്ന് വെല്ലുവിളിച്ച ആദില, നൂറമാരെ നല്ലൊരു 8ന്റെ പണി തന്നെയാണ് കൊടുത്തത് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെയാണ് എല്ലാവരും പറയുന്നത് എന്താണ്, അയ്യോ അനുമോള് ഭയങ്കരമായിരുന്നേ, അനുമോള് ഭയങ്കരമായിരുന്നേ. എന്ത് ഭയങ്കരം എന്നാ പറയുന്നത്? അതായത് ഇത് നന്ദിനി തമ്പുരാട്ടിയാണോ അതോ നന്ദിനി തമ്പുരാട്ടിന്റെ എന്താ പറയുന്നത് മുത്തശ്ശിയാണോ എന്ന് പോലും നമുക്കറിയില്ല. ഏതായാലും ഇവിടെ ഇപ്പോൾ അനുമോൾ ഫാൻസുകൾ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അനുമോൾക്ക് എന്തുകൊണ്ട് കൊടുത്തില്ല? എല്ലാ ടാസ്കുകളും അനുമോൾക്ക് തന്നെ വേണം, അനുമോളുടെ പേരിൽ തന്നെ വേണം എല്ലാ ടാസ്കുകളും. ഇനി അങ്ങോട്ട് 35 ദിവസം മാത്രമേ ഉള്ളൂ, അനുമോൾ മാത്രമായിരിക്കണം വിജയിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ പറയുകയാണ്, നാളെ മുതൽ വീണ്ടും ഉപ്മാവ് ഇളക്കുന്ന പരിപാടി തന്നെയാണ് അനുമോൾക്ക് നല്ലത്. അതായത് ഉപ്മാവ് ഇളക്കുന്നതാകുമ്പോഴേ അവിടെ നല്ല സ്ക്രീൻ സ്പേസ് കിട്ടും. ആ പണിയല്ലാതെ വേറെ ഏതൊരു ജോലിയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അനുമോൾ ഏറ്റെടുത്തിരിക്കുന്നത്? അനുമോള് ആദ്യം തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കരച്ചിലൂടെയും ഉപ്പുമാവ് ഇളക്കുന്നതിലൂടെയും ഭക്ഷണം പങ്കുവെക്കുന്നതിലൂടെയും മാത്രമാണ് അനുമോൾ വിജയിച്ചിരിക്കുന്നത്. അല്ലാതെ ഒരു ടാസ്കിൽ പോലും ഒരു പെർഫോമൻസോ കാര്യങ്ങളോ ഒന്നും കളിക്കാൻ അനുമോൾക്ക് കഴിഞ്ഞിട്ടില്ല. ഇപ്പോഴെന്ന് പറഞ്ഞാൽ ആദില, നൂറമാരുടെ കൂടെ അങ്ങ് ജയിക്കാം എന്ന് വിചാരിച്ചാണ്. പക്ഷേ ഈ ആദില, നൂറമാർക്ക് കളി കാണുന്ന നമ്മൾക്കറിയാലോ അവരെങ്ങനെയാണെന്ന്. അതായത് അവരുടെ കൂടെ ചേർന്നതിന് ശേഷമാണ് ഈ അനുമോള് ഇത്രയും നെഗറ്റീവായതെന്ന് ഞാൻ പറയുള്ളൂ. അനുമോൾക്ക് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാകാൻ കാരണം ഈ ആദില, നൂറമാരുടെക്ക് വേണ്ടിയിട്ട് ചാവേറായതുകൊണ്ടാണെന്ന് ഞാൻ പറയുള്ളൂ. പലപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് ആദ്യത്തെ ലാലേട്ടൻ തന്നെ ഹിന്റ് കൊടുത്തിട്ടുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദില ഔട്ടാകാൻ പോകുമ്പോഴും നൂറ ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്കുന്നതും, അതുകൊണ്ട് തന്നെ എന്നെയും കെട്ടിപ്പിടിക്കൂ എന്ന് പറഞ്ഞ് ഓടിച്ചെന്ന് പിന്നീട് എന്ന് പറഞ്ഞാൽ അനുമോള് കെട്ടിപ്പിടിക്കുന്നതും ലാലേട്ടന്റെ കയ്യിൽ നിന്നും നല്ലത് വാങ്ങിച്ചതും ഒക്കെ നമുക്കറിയാലോ. അതായത് അന്ന് തന്നെ ലാലേട്ടൻ പറയുന്നുണ്ട്, എന്റെ പൊന്നു മോളെ, നീ എന്തിനാണ് ഈ കുട്ടികളുടെ കൂടെ കൂടുന്നത്? നിനക്കല്ലെങ്കിൽ തന്നെ ഒറ്റയ്ക്ക് നിൽക്കാലോ, നീ എന്തിനു കൂടണം എന്ന് പറഞ്ഞപ്പോഴും പറഞ്ഞു, ഇല്ല ലാലേട്ടാ, ഞാൻ എങ്ങനെയെങ്കിലും ജയിക്കും. അതായത് എനിക്ക് ഒരുപാട് PR പുറത്തുണ്ട്, ഞാൻ 16 ലക്ഷം രൂപ കൊടുത്തിട്ടാണ് ഇവിടെ നിൽക്കുന്നത്. ആ ഒരു അഹങ്കാരം തന്നെയാണ് അനുമോൾക്ക് വിനയായതെന്ന് ഞാൻ പറയുള്ളൂ. അതായത് ഇനിയിപ്പോൾ അനുമോളുടെ ഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു ഗതിയും പരഗതിയും ഇല്ലാത്ത കാര്യം തന്നെയാണ്. ഏത് നിമിഷവും ബിഗ് ബോസ് ഇനി ചവിട്ടി പുറത്താക്കും എന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട. ഇനി എത്രത്തോളം ബോട്ടുകൾ കയറി കഴിഞ്ഞാലും അനുമോൾക്കില്ല, അവിടെ ലൈഫില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. കാരണം എന്താണെന്ന് വെച്ചാൽ ബിഗ് ബോസ് തന്നെ ആ ഒരു ടാസ്ക് കൊടുത്തത് തന്നെ അനുമോളുടെ ഈ കള്ളത്തരം പുറത്തു കൊണ്ടുവരാൻ വേണ്ടി തന്നെയാണ്. അനുമോള് പലപ്പോഴും അഹങ്കാരത്തോടു കൂടി പറഞ്ഞ ഒരു കാര്യമുണ്ട്, എനിക്ക് PR ഉണ്ട്, ഞാനിവിടെ കളിച്ചിട്ടില്ലെങ്കിലും ഞാൻ ജയിക്കും എന്ന് പറയുന്ന അനുമോളുടെ ആ അഹങ്കാരത്തിനേറ്റ ഒരു വലിയ അടി തന്നെയാണ് ബിഗ് ബോസ് അന്ന് കൊടുത്ത ടാസ്ക് എന്നേ ഞാൻ പറയുള്ളൂ. ഒരു കാര്യം ഉറപ്പാണ്, അതായത് അനുമോള്, ഞാൻ പറഞ്ഞല്ലോ ഇപ്പോഴും അനുമോൾക്ക് ചാൻസ് ഉണ്ട്. അനുമോള് ആ ഒരു ബന്ധങ്ങള്, അതായത് അനുമോള് അനീഷിനെ വളരെയധികം ഉപദ്രവിച്ച ആദില, നൂറമാരെ എപ്പോഴും അനുകൂലിക്കാൻ തുടങ്ങിയിരുന്നോ അന്ന് തീർന്നിന് അനുമോള്. അതേ എനിക്ക് പറയാനുള്ളൂ. അന്ന് അവരെ അനുകൂലിക്കാതെ കൃത്യമായിട്ട് അതിന്റെ നിലപാടുകൾ പറഞ്ഞിരുന്നുവെങ്കിൽ അനുമോൾ വേറെ ലെവലിലാകുമായിരുന്നു. പക്ഷേ അനുമോൾ അവിടെ എന്ന് പറഞ്ഞാൽ ഫ്രണ്ട്ഷിപ്പ് എന്നാൽ ഇതേ ഫ്രണ്ട്ഷിപ്പ് തിരിച്ചവർക്കുണ്ടോ? ഇന്നത്തെ ഗെയിം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ലേ, ആ ഒരു തിരിച്ചറിവ് പോലും ഇല്ലാത്ത ഒരു മത്സരാർത്ഥിയായി മാറി ഈ അനുമോൾ എന്ന് പറയുന്ന വ്യക്തി. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇനി അവിടെ അധിക കാലമൊന്നുമില്ല, കുറച്ചു കാലം മാത്രമേ ഉള്ളൂ. അവിടെ ഉപ്പുമാവ് ഇളക്കിക്കൊണ്ടിരിക്കാം. ഉപ്പുമാവ് എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഇളക്കാം, കിച്ചണിൽ കയറി നിന്നിട്ട് ഇളക്കാം, ഇനി അതിന്റെ മുകളിൽ കയറി നിന്നിട്ട് ഇളക്കാം, ഇനി വേണമെങ്കിൽ വേറൊരു ചട്ടി അവിടെ വെച്ചിട്ട് അതിന്റെ മുകളിൽ ഇരുന്നിട്ട് വേണമെങ്കിലും നമുക്ക് ഉപ്മാവ് ഇളക്കാം. എങ്ങനെ ഉപ്മാവ് വേണം എന്ന് തീരുമാനിക്കേണ്ടത് അനുമോള് തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഒരു ടാസ്ക് പോലും വിജയിക്കാത്ത ഈ അനുമോളെ ആരാണ് ഇത്രയും വലിയ ഉയരത്തിലെത്തിച്ചത്? അതായത് ഓരോ സമയങ്ങളിലും അനുമോള് ഭയങ്കരമാണ്, അനുമോള് ഭയങ്കര സംഭവമാണ്, അനുമോള് ഭയങ്കര ഇതാണ്, ഇതിഹാസമാണ് എന്നൊക്കെ പറഞ്ഞ് ഓരോരോ പോസ്റ്റ് ഇട്ടപ്പോഴേ ഈ ഒരു പണി ബിഗ് ബോസ് കൊടുക്കുന്നവർ ജീവിതത്തിൽ കരുതിയിട്ടില്ല. ജീവിതത്തിൽ ബിഗ് ബോസ് ഈ ഒരു 8ന്റെ പണി കൊടുക്കുന്നത് കരുതിയിട്ടില്ല. അതായത് അനുമോളുടെ ആ ഒരു കൃത്യമായിട്ട് അനുമോൾ അവിടെ നിഷേധിച്ചിട്ടൊന്നുമില്ല.
ഞാൻ PR കൊടുത്തു എന്ന് തന്നെയാണ് അനുമോള് പറയുന്നത്. എല്ലാവരും പറയുന്നത് കേട്ട് ഞാൻ PR കൊടുത്തു എന്നാണ് പറയുന്നത്. അത്രത്തോളം അനുമോൾക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അനുമോളുടെ വിചാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ അതായത് കപ്പ് തൻ്റെ കയ്യിൽ തന്നുവിടും എന്ന് തന്നെയായിരുന്നു അനുമോളുടെ വിചാരം. അതുകൊണ്ട് തന്നെ അനുമോൾ അഹങ്കാരത്തോടു കൂടി പറഞ്ഞു, ഞാൻ PR കൊടുത്തിട്ടുണ്ട്, എൻ്റെ PR ആണ് ഇവിടെ കളിക്കുന്നതെന്ന്. അത് കേട്ടപ്പോൾ തന്നെ പ്രേക്ഷകർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴേ അനുമോളെയും കൈവിട്ട അവസ്ഥയിൽ തന്നെയാണ്. ഇന്നിപ്പോഴും എന്ന് പറഞ്ഞ വോട്ടിംഗ് ലിസ്റ്റ് നോക്കിയപ്പോൾ നമ്മുടെ അനീഷ് കത്തിക്കയറി വരുന്നതാണ് കാണുന്നത്. അതായത് ഇതുവരെ ഇല്ലാത്തൊരു തരംഗത്തിലേക്കാണ് അനീഷ് മാറിക്കൊണ്ടിരിക്കുന്നത്. അനീഷിന്റെ വോട്ട് കയറ്റം എന്ന് പറഞ്ഞാൽ വെള്ളം കയറുന്നത് പോലെയാണ്. ഷാനവാസിനെയൊക്കെ തുടച്ചു മടക്കി വെളിയിലിട്ടിട്ടാണ് ഉള്ളത് ഇപ്പോഴേ. മറ്റുള്ളവരെല്ലാം വെളിയിലാണ്. പക്ഷേ അനീഷിന്റെ വോട്ടിംഗ് ഇന്ന് നല്ല രീതിയിൽ കയറി വന്നുകൊണ്ടിരിക്കുകയാണ്. അതിനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞ ബിഗ് ബോസ് ആ PR സംഭവങ്ങൾ എടുത്ത് വെളിയിലിട്ടപ്പോഴേ ഇന്ന് രാവിലെ അനീഷിന്റെ PRനെ തപ്പി ഇറങ്ങിയിരിക്കുകയാണ് നമ്മുടെ അഖില നുരമാര്. ഇവിടെ എല്ലാവരും പറയുന്ന പോലെ ഒന്നല്ല, ആദില നൂറമാർക്ക് നല്ല PRകളുണ്ട്. ആദില നൂറമാരുടെ PR ആരാണെന്ന് നിങ്ങൾക്ക് അന്വേഷിച്ചാൽ കൃത്യമായിട്ട് മനസ്സിലാകും. ഇവിടെ PR ഇല്ലാതെ കളിക്കുന്നത് എൻ്റെ അഭിപ്രായത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനീഷ് മാത്രമേ ഉള്ളൂ. അനീഷ് എന്ന് പറയുന്ന ആ പാവത്തിന്, കോമണറായ മനുഷ്യന് വേണ്ടിയിട്ട് നമ്മൾ ശബ്ദമാണ് PR ആകേണ്ടത്. അതായത് നമ്മൾ ഓരോ മനുഷ്യരും അയാളുടെ PR ആയി മാറേണ്ടതാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അത്രത്തോളം എന്ന് പറഞ്ഞാൽ PRനെ വെച്ചിട്ടുള്ള അഹങ്കാരങ്ങളാണ് ചില ആൾക്കാർ ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കാണിച്ചു കൊണ്ടിരിക്കുന്നത്. ഏതായാലും ആര്യനെ വിജയിപ്പിക്കാൻ വേണ്ടി നെവിനും അവിടെ ഒരു നല്ലൊരു കളി കളിച്ചിട്ടുണ്ട്. അനുമോളെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട്, അനുമോളെ അഹങ്കാരം അടക്കാൻ വേണ്ടിയിട്ട് അവിടെ എല്ലാവർക്കും ഇഷ്ടമുണ്ട് എന്നല്ലാതെ, അതായത് നിങ്ങൾ ആലോചിച്ച് നോക്കണം, അനുമോളുടെ കൂടെയുള്ള ആൾക്കാർക്ക് വരെ അനുമോളെ ഒതുക്കണം എന്നുള്ള ഒരു ആഗ്രഹം തന്നെയായിരുന്നു. അത് നിവിൻ അത് ചേർന്നപ്പോഴും, നിവിൻ അത് ചെയ്തപ്പോഴേ അവരെല്ലാം കൂടി അറിയാതെ ടോയ്ലറ്റിൽ പോയിട്ട് കയ്യടിയായിരുന്നു. ടോയ്ലറ്റിന്റെ കാതോർത്ത് കഴിഞ്ഞാൽ നമുക്ക് കേൾക്കാൻ കഴിയും, ഓരോരോ ആൾക്കാർ പോയി കൈയടിക്കുന്നു. അതായത് അനുമോളിലെ ഇഷ്ടങ്ങൾക്ക് കൂടെ നടന്ന അനുമോളുടെ ഉറ്റ ചെങ്ങാതിമാർ വരെ അനുമോളുടെ കൂടെ ഇല്ല എന്നാണ് കേൾക്കുന്നത്. ഏതായാലും ഇതൊരു വലിയ പതനം തന്നെയാണ്. അതായത് കപ്പിനോടും ചുണ്ടിനോടും അടുപ്പിച്ചുള്ള ഒരു പതനം എന്നേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. എത്ര നല്ല രീതിയിൽ കളിക്കുന്ന ഒരു മത്സരാർത്ഥിയായിരുന്നു, എന്തൊക്കെ അഹങ്കാരമായിരുന്നു. ആദില നൂറമാരുടെ കൂടെ ചേർന്നത് എന്നാണ്. അതായത് അനീഷിനെ ഉപദ്രവിച്ചപ്പോൾ ലാലേട്ടൻ പറഞ്ഞപ്പോഴേ അത് അവരുടെ കുട്ടിക്കളിയാണ് ലാലേട്ട, അതൊരു തമാശയാണ് ലാലേട്ട. അത് നമുക്ക് തോന്നിയിട്ടില്ലല്ലോ, പ്രേക്ഷകർക്ക് ആ തമാശ തോന്നിയിട്ടില്ല. അനീഷിനെ ഉപദ്രവിക്കുന്നത് വെറും തമാശയാണെന്ന് അനുമോള് പറഞ്ഞപ്പോഴേ പ്രേക്ഷകർക്ക് അത് ഒരിക്കലും തോന്നിയിട്ടില്ല. നേരെ മറിച്ച് പ്രേക്ഷകർക്ക് വൈരാഗ്യമാണ് ഉണ്ടായത്. അതാണ് നിങ്ങൾ ആലോചിക്കേണ്ടത്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, ഷാനവാസും അനുമോളും എല്ലാവരും തറ പറ്റുന്ന ഒരു ഗെയിമായിരുന്നു ഇന്ന് നമ്മൾ കണ്ടത്. അവിടെ ആര്യൻ തൂക്കി എന്ന് തന്നെ വേണം പറയാൻ. ആര്യൻ തൂക്കി, അതേ എനിക്ക് പറയാനുള്ളൂ. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ അനീഷ് എന്ന് പറഞ്ഞ വോട്ടിങ്ങിൽ 1ാം സ്ഥാനത്തേക്ക് കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതുകൊണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പല ആർമികളും അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നാ പറയേണ്ടത്, തോൽപ്പിക്കാൻ നോക്കുകയെന്ന് എനിക്ക് പറയാനുള്ളൂ. ഇവന്മാരൊക്കെ ഇപ്പം തൂറ്റലിളകിയ പോലെ ഇങ്ങനെ പരക്കം പഞ്ഞ് നടക്കുകയാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് അടുത്ത വീഡിയോ ആയിട്ട് വരാം. നന്ദി, നമസ്കാരം.